ഹായ് ഡിയർ ചിൽഡ്രൻ, നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് നമുക്ക് അടുത്ത ചാപ്റ്റർ. ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 99% നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും. ഇതിന് ചോദിക്കാനുള്ളൂ, എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഏകദേശം 30 ക്വസ്റ്റ്യൻസോളം ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രം. നമ്മളത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോകാം കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിളാണ് അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ഇതിപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എങ്ങനെയാണ്? എക്സ് ബൈ 12 ഈക്വൽ ടു 3/x എടുത്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, 12 ഇൻറ്റു 3 36. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 36. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, ഈസി ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of the sum and product of the roots of the quadratic equation. ഓക്കെ, നമുക്കറിയാലോ. അപ്പോൾ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ആൽഫ ബീറ്റ റൂട്ട്സ് ആണെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ ആണ്, പ്രോഡക്റ്റ് സി ബൈ ആണ്. നിങ്ങൾക്ക് അറിയാം, ഇവിടെ തന്നിരിക്കുന്നത് 5x സ്ക്വയർ മൈനസ് 6x പ്ലസ് 21 ഈക്വൽ ടു 0 ആണ്. സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ആണ്, മൈനസ് 6/5, 6/5 ആണ്. ആൽഫ ബീറ്റ സി ബൈ എ ആണ്, ദാറ്റ് ഈസ് 21/5 ആണ്. ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദ സം ആൻഡ് പ്രോഡക്റ്റ്, സം ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ ആണ് ചോദിച്ചിരിക്കുന്നത്. 6/5 ഡിവൈഡ് ബൈ 21/5, 5 കട്ടായി പോകും. 6/21, 3 കോൺ ഫാക്ടർ ആണ്, അപ്പോൾ 2/7. അപ്പോൾ 2:7. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. 2:7 ഈസ് ദി ആൻസർ. ഓക്കെ, തിരിഞ്ഞ പോലെ റേഷ്യോ ഓഫ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. ഓക്കെ, ദാറ്റ് ഈസ് 2:7. സം ടു പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, സം ടു പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് 2:7 ഈസ് ദി ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് സം ഓഫ് ഇറ്റ്സ് റൂട്ട്സ് ഈസ് 4. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൽ നോക്കിയാൽ മതി. സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ ആണെന്ന് അറിയാം. അത് 4 ഇട്ട് നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 4/2, അത് 2 ആണ്, പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 4/-1, that is 4. Yes, correct. So option 2 is the answer. Option 2 is the answer. Okay, this is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ. അപ്പോൾ ആൽഫ നമുക്ക് തന്നിരിക്കുന്നത് 3 - √2 ആണ്, ബീറ്റ 3 + √2 ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0 എന്നാണ്. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കണം. ആൽഫ പ്ലസ് ബീറ്റ 3 - √2 പ്ലസ് 3 + √2 ആണ്. പ്ലസ് √2 മൈനസ് √2 ക്യാൻസൽ, 3 + 3 6 ആണ്. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 3 - √2 ഇൻറ്റു 3 + √2 ആണ്. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ, 3 സ്ക്വയർ മൈനസ് √2 സ്ക്വയർ, അപ്പോൾ 9 - 2 ദാറ്റ് ഈസ് 7. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഫോർമുല ഇതാണല്ലോ, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 6 ആണ്, 6x പ്ലസ് പ്രോഡക്റ്റ് ആൽഫ ബീറ്റ 7 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 7, ഓപ്ഷൻ 1. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 7 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ആൽഫ ഈക്വൽ ടു 2 + √3 ആണ്, ബീറ്റ ഈക്വൽ ടു 2 - √3 ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെയിം ഫോർമുല, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബി, ഇത് ഫോർമുലയാണ്, പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0.
അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 2 പ്ലസ് റൂട്ട് 3 പ്ലസ് 2 മൈനസ് റൂട്ട് 3 ഇത് ക്യാൻസൽ ആവും 4 ആവും. ആൽഫ ബീറ്റ 2 പ്ലസ് റൂട്ട് 3 2 മൈനസ് റൂട്ട് 3 4 മൈനസ് 3 ഈക്വൽ ടു 1 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 4x plus 1 equal to 0. X square minus 4x option 1. Again option 1. X square minus 4x plus 1 equal to 0. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ കാണാൻ ഒരു എളുപ്പവഴി പറഞ്ഞാൽ കേട്ടോ. സോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോൾവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ദിസ് ക്യാൻ ബി എക്സ് മൈനസ് 5 ഇൻറ്റു ഇല്ല ശരിയാവില്ല. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് ഫാക്ടറൈസ് രണ്ട് നമ്പേഴ്സ് വിചാരിക്കാം. പ്രോഡക്റ്റ് നെഗറ്റീവ് ടേണും സം 3 ആയാൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 5 വരും, എക്സ് ഈക്വൽ 2 വരും അല്ലേ. കാരണം എന്താ, എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു 0 ആവാം. ഐദർ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു മൈനസ് 5 എക്സ് ഈക്വൽ ടു 2, എക്സ് മൈനസ് 5 എക്സ് 2. ഓപ്ഷൻ 1 ഇസ് ആൻസർ. എക്സ് 2 എക്സ് മൈനസ് 5. അതല്ലെങ്കിൽ തന്നെ വേറെ മെത്തേഡ് ഉണ്ട്. ഇതിലുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0 വരുന്നു നോക്കി സാറ്റിസ്ഫൈ നോക്കി എടുത്താൽ മതി. 2 കൊടുത്ത് നോക്കി, അവിടെ 2 കൊടുത്താൽ 4 പ്ലസ് 6 മൈനസ് 10 കേട്ടോ 0 വരും. അതേപോലെ നെഗറ്റീവ് 5 കൊടുത്താലും 0 വരും. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് എടുക്കാം. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അടുത്തത് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഡിസ്ക്രിമിനന്റ് ഡെൽറ്റ എന്ന് നമ്മൾ പറയാറുണ്ട്. ദറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac ആണ് ഫോർമുല. ഡിസ്ക്രിമിനന്റ് കാണാനുള്ള ഫോർമുല ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഇവിടെ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ വരും മൈനസ് 4bc. എയുടെ സ്ഥാനത്ത് ബിയും ബിയുടെ സ്ഥാനത്ത് എയുമാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എ കൊടുക്കുക, ഇനി എയുടെ സ്ഥാനത്ത് ബി കൊടുക്കുക. അപ്പോൾ എ സ്ക്വയർ മൈനസ് 4bc വരും. എ സ്ക്വയർ മൈനസ് 4bc. യെസ്, തെറ്റിപ്പോലെ കേട്ടോ, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളതാണത്. ലെറ്റേഴ്സ് ശ്രദ്ധിച്ചോളണം, തന്നിരിക്കുന്ന ലെറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 3√3 ആണ്, ബി 10 ആണ്, സി √3 ആണ്. ബി സ്ക്വയർ മൈനസ് 4ac ആണ് ഡിസ്ക്രിമിനന്റ് കാണാനുള്ള ഫോർമുല. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ് 3√3 ഇൻറ്റു √3. അപ്പോൾ 100 മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 3 വരും. അപ്പോൾ 100 മൈനസ് 36, ദാറ്റ് ഈസ് 64 ഇസ് ദ ആൻസർ. 64. റൂട്ട് എടുക്കല്ലേ കേട്ടോ. ഡിസ്ക്രിമിനന്റ് റൂട്ടില്ല, അറിയാതെ റൂട്ട് എടുത്ത് വെക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് 64 ഒക്കെ വന്നേക്കുന്നത്. നിങ്ങൾ അറിയാതെ 8 ഒക്കെ എഴുതി പോരുത് കേട്ടോ. ഓക്കെ, ഡിസ്ക്രിമിനന്റ് റൂട്ടില്ല. ബി സ്ക്വയർ മൈനസ് 4ac മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. റിയലും ഈക്വൽ റൂട്ട്സ് ആവാനുള്ള കണ്ടീഷൻ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ബി സ്ക്വയർ. റിയലും ഈക്വലും അല്ലേ. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വരണം. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വരണം. ഏതിന്റെ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 2x പ്ലസ് 1. 2x കട്ട് 1 കട്ടായി പോകും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ബാക്കിയെല്ലാം കട്ടായി പോയി. എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 വന്നു. ബാക്കിയെല്ലാം കട്ടായി പോയി അല്ലേ. ശരിയല്ലേ. അപ്പോൾ ഒരു സംശയമില്ല. ഇവിടെ a1 b0 c0 ആണ്. ഇവിടെ കൊടുത്താൽ ബി സ്ക്വയർ 0 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 0 ആണ്. അപ്പോൾ ആദ്യത്തെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. ഒരു സംശയമില്ല, ദറ്റ് ഈസ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇഫ് ദ റൂട്ട്സ് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഈക്വൽ ടു 0 റിയൽ ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ റിയൽ ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു 4ac, അതിന് തുല്യമായിട്ടുള്ളത് നോക്കിയാൽ മതി. ബി സ്ക്വയർ ഈക്വൽ ടു 4ac. യെസ്, ഓപ്ഷൻ രണ്ടും സെയിം അല്ലേ? 4 കൂടെ എടുത്താൽ ബി സ്ക്വയർ ബൈ 4 ഈക്വൽ ടു ac ആണ്. കണ്ടോ, രണ്ടും സെയിം ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The values of k for with the equation real and അപ്പോൾ ഇവിടെയും ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 റിയൽ ആൻഡ് ഈക്വൽ ആയിട്ടുണ്ട് കേട്ടോ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 9 ഈക്വൽ ടു 0. 4ac എ 4 ആണ്. ഓക്കെ, അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 into 9, that is 144. K equal to plus or minus 12. Root of 144 plus or minus 12 ആണ്. K is equal to plus or minus 12. This is the answer. Okay, this is the answer. അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ് ആണ് കേട്ടോ. The polynomial p of x square plus 3x plus 3 has 2 zeros. ആണോ നോക്കാം നമുക്ക്. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 3 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കത് ബി സ്ക്വയർ മൈനസ് 4ac നോക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി സ്ക്വയർ 9 മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു 4ac 1 ഇൻറ്റു 3. ബി സ്ക്വയർ നമ്മൾ 3 സ്ക്വയർ അല്ലേ, 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 3. അപ്പോൾ 9 മൈനസ് 12 that is less than 0. അപ്പോൾ there exists no real roots. അപ്പോൾ തെറ്റാണത്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വരാം. ഈക്വൽ ടു 0 ആണെങ്കിൽ 1 റിപ്പീറ്റഡ് റൂട്ട് വരും. ലെസ് ദാൻ 0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ് ഒന്നുമില്ല കേട്ടോ, റിയൽ സീറോസ് ഉണ്ടാവില്ല. അപ്പോൾ അസർഷൻ ഈസ് റോങ്. പിന്നെ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് 2 റിയൽ സീറോസ്. ഓക്കെ, അത് കറക്റ്റാണ്. അപ്പോൾ അസർഷൻ എ ഈസ് റോങ്. Assertion A is wrong, R is correct. Assertion A is false, reason is true. Option 4 is the answer. Option 4 is the answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ കണ്ടീഷൻസ് അറിയണം. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ 1 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ്. ഓക്കെ, the least positive value of k for the quadratic equation has rational roots. റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ p/q ഫോമിൽ എഴുതുന്ന സംഭവമാണ്. അപ്പോൾ റാഷണൽ റൂട്ട്സ് ആണെങ്കിൽ ഡി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം. ഡി ഡിസ്ക്രിമിനന്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, എന്നാൽ മാത്രമേ റാഷണൽ റൂട്ട്സ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇറാഷണൽ ആയിരിക്കും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ ഡി എന്താ നോക്കിയാൽ ഡി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഡി ഈക്വൽ ടു കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 4. ഡി ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് 32 ആണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കെ സ്ക്വയർ എത്രയാവണം? 4 ആവണം. ലീസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ തൊട്ടടുത്ത് 36 ആണ് പെർഫെക്റ്റ് സ്ക്വയർ. കെ സ്ക്വയർ 4 ആവണം. അപ്പോൾ കെ എന്താവണം? കെ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആവണം. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. പ്ലസ് ഓർ മൈനസ് 2 ആവണം. -2 ആയാലും കുഴപ്പമൊന്നുമില്ല. ദ ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഒക്കെ ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ലീസ്റ്റ് ആണ് ചോദിച്ചത്. സോറി, അപ്പോൾ -2 പറ്റില്ല കേട്ടോ, +2 മതി. ലീസ്റ്റ് ആണ് ചോദിച്ചത് കേട്ടോ, ലീസ്റ്റ്. അപ്പോൾ +2 ലീസ്റ്റ് ആണ് ചോദിച്ചത്. കെയുടെ വാല്യൂ അല്ല, ലീസ്റ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The values of a for which the quadratic equation has equal roots ആണ്. ഈക്വൽ റൂട്ട്സ് ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണ്. അപ്പോൾ കെ സ്ക്വയർ മൈനസ് 4 × 2 × 2 ഈക്വൽ ടു 0 വരും. അപ്പോൾ കെ സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0, കെ സ്ക്വയർ ഈക്വൽ ടു 16, കെ ഈസ് ഈക്വൽ ടു 4. കെയുടെ വാല്യൂ ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 4 പറയാം. ലീസ്റ്റ് ഒന്നുമല്ല, ലീസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 4 ആവാം. 2 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആർ ദ റൂട്ട്സ് ഓഫ് 3x സ്ക്വയർ? അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 3x സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0 എന്ന് എഴുതാം. x × 3x മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലാതെ എക്സ് ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. സൊല്യൂഷൻ കാണുന്ന കേസിലൊന്നും എക്സ് കട്ട് ചെയ്യാൻ പാടില്ല. x സ്ക്വയർ മൈനസ് 6x ഇങ്ങോട്ടേക്ക് എടുക്കുക. എക്സ് കോമൺ ഫാക്ടർ. ദിസ് ഇംപ്ലൈസ് x ഈക്വൽ ടു 0 ഓർ 3x മൈനസ് 6 ഈക്വൽ ടു 0. 3x ഈക്വൽ ടു 6, x ഈസ് ഈക്വൽ ടു 6/3 ഈക്വൽ ടു 2. രണ്ടെണ്ണം വരും, 0 വരും 2 വരും. 0 ആൻഡ് 2. നിങ്ങളിവിടെ കട്ട് ചെയ്താലുള്ള കുഴപ്പം 0 പിന്നെ കിട്ടാതെ പോകും കേട്ടോ. ഓൺലി 3 ആയി പോകും. അത് തെറ്റാണത്. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. 0 and 2 are the roots. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P is a prime number. The quadratic equation having its roots as a factor of P is. P ഒരു പ്രൈം നമ്പർ ആണ്. P ഒരു പ്രൈം നമ്പർ ആണ്. The factors of prime number is. P ഒരു പ്രൈം നമ്പർ അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് P എന്ന് പറയുന്നത് P-യും 1-ഉം മാത്രമേ ഉള്ളൂ. ഫാക്ടർ ഓഫ്, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാണ് പി ഇസ് എ പ്രൈം നമ്പർ. ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാവിങ് ഇറ്റ്സ് റൂട്ട്സ് ആസ്. അപ്പോൾ ഒന്ന് ആൽഫ ആയിട്ട് എടുക്കുക, ഇത് ബീറ്റ ആയിട്ട് എടുക്കുക. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പി പ്ലസ് 1, ആൽഫ ബീറ്റ പി ആണ്, പി × 1. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ × എക്സ് പ്ലസ് ആൽഫ ബീറ്റ 0, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ പി പ്ലസ് 1 into x plus alpha beta p equal to 0. ഇതാണ് ആൻസർ. എക്സ് സ്ക്വയർ മൈനസ് പി പ്ലസ് 1 into x plus p. ഓപ്ഷൻ 2 is the answer. ഓപ്ഷൻ 2 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ. പി ഒരു പ്രൈം നമ്പറാണ്. പി പ്രൈം നമ്പർ ആകുമ്പോൾ ആകെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. ഓരോ ഫാക്ടേഴ്സും അതിൻ്റെ റൂട്ട്സ് ആണ്. ഒന്ന് പി ആണ്, മറ്റൊന്ന് 1 ആണ്. അതിന് ആൽഫ എന്നെടുക്കുക, ബീറ്റ എന്നെടുക്കുക. ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കിട്ടും. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1. നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac നോക്കിയാൽ മതി. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 4 × 1 × മൈനസ് 1. 1 + 4 ഈക്വൽ ടു 5. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പക്ഷെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറാഷണൽ ആയിരിക്കും. ഇറാഷണൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. റൂട്ട്സ് ആർ ഇറാഷണൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ റാഷണൽ ആവുള്ളൂ, അല്ലെങ്കിൽ ഇറാഷണൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, the nature of roots of the quadratic equation. അതായത് അറിയാലോ, ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ there exist 2 distinct real roots. ഈക്വൽ ടു 0 ആണെങ്കിൽ 1 root. ലെസ് ദാൻ 0 ആണെങ്കിൽ there exist no real roots. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബി സ്ക്വയർ മൈനസ് 4ac കാണാം. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 36 മൈനസ് 4 × 9 × മൈനസ് 2. അപ്പോൾ 36 പ്ലസ് 72 ഇങ്ങനെ വരും. അപ്പോൾ എന്തൊക്കെയാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്തൊക്കെയാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് there exist 2 distinct real roots. There exist 2 distinct real roots. Option C is the answer. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.